രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. നമ്മളേവരും കാത്തിരുന്ന, നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട അതിവിശിഷ്ടമായ ഒരു പ്രോഗ്രാമുമായി അമൃത TV നാളെ മുതൽ നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. ശ്രേഷ്ഠ ഭാരതം എന്ന് പേരിട്ടിട്ടുള്ള ഈ പ്രോഗ്രാം ഭാരതത്തിന്റെ ശ്രേഷ്ഠ ഭാരതം പരിചയപ്പെടുത്താനുള്ള ഒരു എളിയ ഉദ്യമമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി വാൽമീകി മഹർഷി രചിച്ച ഇതിഹാസം നന്മയുടെ രാമചരിതം. 7 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട 24,000 ശ്ലോകങ്ങളിലൂടെ മര്യാദ പുരുഷോത്തമനായ രാമന്റെ യാത്ര. ശ്രേഷ്ഠമായ വരം അറിവാണ്. ആദ്യം അറിയേണ്ടത് ആദികാവ്യമാണ്. ഏറ്റവും പ്രാചീനമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഭാരതീയ സംസ്കാരം. അതിന്റെ അറിവുകളും അത്ര തന്നെ പുരാതനവും വിപുലവുമാണ്. അതിൽ എന്തുകൊണ്ടും സവിശേഷമാണ് രാമായണം. രാമായണത്തെക്കുറിച്ച് അറിയേണ്ടതല്ല ഈ ഷോയിൽ ഉൾക്കൊള്ളുന്നു. രാമായണം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു സാത്വിക ജീവിതത്തിന്റെ ചര്യാക്രമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഭാരത സംസ്കാരത്തെയും രാമായണത്തെയും അടുത്തറിയാനുള്ള അത്യപൂർവമായ ഒരു അവസരമാണ് ശ്രേഷ്ഠ ഭാരതം നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നഷ്ടപ്പെടുത്തരുത്. ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട് ഇതിൽ. അവർ 18 പടി ചവിട്ടിയാണ് സന്നിധാനത്ത് എത്തുന്നത്. ത്രേതായുഗത്തിലെ രാമായണം ഈ 2018-19 യോജിക്കുന്ന വിധത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ പല രീതിയിലും വിദ്യാർത്ഥികളെ കൊണ്ട് അവതരിപ്പിച്ച് അത് ജനഹൃദയങ്ങളിലും ജനമനസ്സിലും ജനത്തിൻ്റെ മസ്തിഷ്കത്തിലും എത്തിക്കുന്നതിന് നടത്തുന്ന ഈ സമുജ്വലമായ പരിപാടിയുടെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വിവരണാതീതമായിട്ടുള്ള സംതൃപ്തിയുണ്ട്. സത്യത്തിൽ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാറുണ്ട് എൻ്റെ മനസ്സ്. എല്ലാവരുടെ മനസ്സിലും ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാക്കാനുള്ള ഈ സമുജ്വലമായ പരിപാടി ആർഷഭാരത സംസ്കാരത്തിന്റെ മേന്മ കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം. ജലകുണ്ടല 160 എപ്പിസോഡുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ അതിലെ ഓരോ വരിയും ഓരോ ദൃശ്യവും നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, കുടുംബ ബന്ധത്തെ, സംസ്കാരത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ സ്ഥിരവും ശാശ്വതവുമായ നന്മയിലേക്ക് എത്തിക്കാൻ ഉതകട്ടെ എന്ന് ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം. ആര്യാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി. എനിക്ക് ആ കരുണാ കടാക്ഷങ്ങളുള്ള ഭാഗം ചൊല്ലിയപ്പോഴുള്ള ഒരു രോമാഞ്ചമുണ്ട്. നിങ്ങൾ 3 പേരും നിങ്ങൾ അതിന് യോജിച്ചവൻ. മഹാബലിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ മകൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാൻ കുത്തുനൂൽ ഇന്ത്യയുടെ ഫ്ലാഗ്, നമ്മുടെ ഭാരതത്തിന്റെ ഇന്ത്യയുടെ ഫ്ലാഗ്. മഹാബലിന്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാനനേ.
सकल शुक कुल विमल तिलकित कळेबरे सारस्य पीयूष सार सर्वस्व मे कथय मम कथकळति सादरं काकुत्स्थलीलकळ കേട്ടാൽ മതിവരാ. ശ്രീരാമന്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല. ശ്രേഷ്ഠ ഭാരതത്തിലൂടെ ചില സ്കൂളുകളിലെ സാധ്യമായ കഴിവുകളുള്ള കുട്ടികൾ രാമായണത്തിലെ സകല കഥാപാത്രങ്ങളെയും ഒക്കെ തന്നെ അവരുടെ എല്ലാം അറിഞ്ഞിട്ട് പഠിച്ചിട്ട് വരുന്ന ചില കുട്ടികൾ അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അവരുടെ ഈ പല റൗണ്ടിലൂടെയുള്ള പല എന്താ പറയുക ക്വിസ് അങ്ങനെ പല ഇതിലൂടെയുള്ള അവരുടെ പ്രകടനം കാണുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കാനായിട്ട് അനവധി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓരോരോ ജലാശയേ കേവലം മഹാകാശം. ശൈവജപം ഭേദിക്കുന്ന ആൾക്ക് തന്റെ പുത്രയെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന ജനക മഹാരാജാവിന്റെ വാദത്തോട് ഞാൻ തീർത്തും എതിർക്കുന്നു. വീഴാതിരിക്കലല്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഗുണം. ഡിക്ക് കൈമാറുകയാണ്. ഇവിടെ കടന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഇങ്ങോട്ട് പെട്ടെന്ന് പറയും. എന്നാൽ ഇനി അതുണ്ടാവാതിരിക്കാൻ മഹത്തായ ഈ വിദ്യ പഠിച്ചു ജപിച്ചാലും നിങ്ങൾ എന്താ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹവും ആത്മീയതയുമുള്ള ഈ ചാനലായ അമൃതയിൽ ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ചരിത്ര ഇതിഹാസ സാംസ്കാരിക ആത്മീയ ദൗത്യങ്ങളിലൂടെ നമ്മുടെ യുവതലമുറയെ പരിചയപ്പെടുത്തുന്ന വലിയൊരു ഉദ്യമമാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ രാമായണത്തിനും മഹാഭാരതത്തിനുമൊക്കെയുള്ള പ്രാധാന്യം നമുക്കറിയാം. കുടുംബ ബന്ധങ്ങൾ, കർമ്മം, ധർമ്മം ഇവയൊക്കെ മൂല്യങ്ങളിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ യുവതലമുറയ്ക്ക് യുവതികൾക്കും യുവാക്കൾക്കും പരിചയപ്പെടുത്താനൊക്കെയുള്ള വലിയൊരു ഉദ്യമമാണ് ശ്രേഷ്ഠ ഭാരതം. പുറകെ നടന്ന് ശല്യപ്പെടുന്ന ഒരാളെ എന്ത് ചെയ്യണം? ശൂർപ്പണഖ ശ്രീരാമന്റെ പുറകെ നടക്കുന്നു. എന്നാൽ ശ്രീരാമന് പത്നിയാക്കാൻ സാധ്യമില്ലെങ്കിൽ ഒരു സഹോദരിയായി ചേർത്ത് നിർത്തണമായി. രാഖി കെട്ടുന്നത് പോലെ ഓക്കെ ശൂർപ്പണഖ. രത്നാകരൻ എന്ന കാട്ടാളനെ വാൽമീകിയാക്കാൻ സപ്തർഷികൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശൂർപ്പണഖ എന്തുകൊണ്ട് നല്ലതിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ശ്രീരാമന് സാധിക്കുന്നില്ല? ശ്രേഷ്ഠ ഭാരതം. വ്യക്തിനിഷ്ഠമല്ലാത്ത പങ്കാളിത്തമാണ് ശ്രേഷ്ഠ ഭാരതത്തിന്റെ പ്രത്യേകത. വിദ്യാർത്ഥികൾ അവരവരുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നു. ഓരോ എപ്പിസോഡിലും 2 സ്കൂളുകൾ, ഓരോ ആഴ്ചയിലും 4 ടീമുകൾ. ഒന്നാമത്തെ റൗണ്ടിൽ ആകെ 64 സ്കൂളുകൾ. പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ. എന്നാൽ ഈ ശൂർപ്പണഖ എന്തുകൊണ്ട് നല്ലതിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ശ്രീരാമന് സാധിക്കുന്നില്ല? രാമകുമാരൻ. ആ ശില്പം ഇതിഹാസമാണ്. ഇത് ആസീത് ഏത് നിലയിലാണ് നമുക്ക് ആ മുനിവരനെ ന്യായീകരിക്കാൻ? പുത്രഭാര്യാർത്ഥനിലയാൻ തന്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ്. രാമിത്രൻ അവരെ യാഗരക്ഷയ്ക്കായി കാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ. ഒരുപാട് റിയാലിറ്റി ഷോ നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പ്രോഗ്രാമിന് ഉള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ രാമായണം പോലത്തെ ഒരു വിശിഷ്ടമായ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതാണ്. 4 വിധത്തിലുള്ള മത്സരങ്ങളാണ് ശ്രേഷ്ഠ ഭാരതത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രശ്നോത്തരി. കാമദേവന്റെ അംഗനാശം വരുത്തി അനങ്കനാക്കിയതാര്? എ ശിവൻ, ബി ദുർവാസാവ്, സി അഗസ്ത്യൻ, ഡി പാർവതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ശിവൻ. ഓപ്ഷൻ എ ശിവൻ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ എ ശിവൻ. ആ സന്ദർഭം അറിയാമോ? കാമദേവൻ കൈലാസത്തിൽ വസന്തം സൃഷ്ടിച്ച് ശിവന്റെ മനസ്സിൽ ലോല ചിന്തകൾ വന്നപ്പോൾ ശിവൻ തൃക്കണ്ണ് തുറന്ന് രാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. അന്നു മുതൽ കാമദേവൻ ശരീരമില്ലാത്തവനാണ്.
ന്യൂജൻ അല്ലേ ശിവൻ അതിലെ വന്നപ്പോ ഇതിലെ പോയി അങ്ങനെയൊക്കെ കാര്യം ഗ്രഹിച്ചാൽ മതിയല്ലോ. ഭംഗിയായി നല്ല ഗ്രഹിച്ചിട്ടുണ്ട് കഥ. ഇതൊക്കെ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ആ ഒരു കാര്യത്തിൽ നമ്മൾ നമിക്കുന്നു നിങ്ങളെ. ആലാപന അർത്ഥവ്യാഖ്യാനം. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. വിദ്യ, വിത്തം, കുലം, രൂപം, മനം, ശീലം, പ്രായം, ആരോഗ്യം, ഈ 8 എണ്ണാണ് വിശ്വാമിത്രൻ ശ്രീരാമനിലും ലക്ഷ്മണനിലും ഭരതനിലും ശത്രുഘ്നനിലും നോക്കിയത്. മത്സരത്തിനിടയിൽ സഹായത്തിനായി മുത്തശ്ശിക്കൊരു ഫോൺ കോൾ. അങ്ങനെ മുത്തശ്ശിക്കഥകളുടെ നന്മയുള്ള കാലത്തിലേക്കൊരു മടക്കയാത്ര. മുത്തശ്ശിയുടെ പേരെന്താ? രാധ. ഓക്കെ, മുത്തശ്ശിയുടെ കൊച്ചുമകൻ ഇവിടെ ഉണ്ട്, ശ്രേയസ്. എന്താ മുത്തശ്ശിയോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മുത്തശ്ശി ലൈനിലുണ്ട്, ചോദിച്ചോളൂ. രാമായണ രൂപകം അഥവാ നൃത്തശില്പം. പല പ്രകടനങ്ങൾ കാണുമ്പോഴും അവരുടെ അറിവ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും രോമാഞ്ചം ഉണ്ടാവാറുണ്ട്. കൊച്ചു കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ചിന്തയിലൂടെ അവർ വളരുമ്പോൾ, അവർ നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ സമൂഹത്തിന് പ്രയോജനകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ ജീവിതം നയിക്കാൻ കെൽപ്പുള്ളവരായി തീർച്ചയായും തീരും എന്നുള്ളത് വലിയൊരു നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു എന്താണ് കാണാൻ പോകുന്ന ഒരു വലിയൊരു കാര്യമാണ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. ധർമ്മധീരനായ മഹാരാജാവ് ഭവതിയുടെ അഭിനയത്തിന് മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങണം. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. അതാണ് മന്ദര കൈകേയിലൂടെ ചെയ്യിപ്പിച്ചത്. അവിടെയല്ല ദേവി, ഇവിടെ ഈ നിലത്ത് മഹാരാജാവിന്റെ പ്രിയ പത്നിയുടെ പൂവുടൽ മണ്ണും പൊടിയുമേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അയോധ്യാധിപന്റെ മനസ്സു നിളകണം. വിവാദം. അത്തരം കാമമോഹിതകളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന പരമ തത്വമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതില് ലക്ഷ്മണൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. നല്ലൊരു പോയിന്റ്. പ്രശ്നം ഒരു മനുഷ്യന് ദൈവിക ചിന്തയുമുണ്ട്, ആസുരിക ചിന്തയുമുണ്ട്. ആസുരിക ചിന്തയാണ് മനുഷ്യനെ കാമക്രോധ ലോഭ മതമാത്സര്യങ്ങളെ അടിമപ്പെടുത്തുന്നത്. അത്തരം അടിമപ്പെടുത്തുകളിൽ നിന്ന് എങ്ങനെ ദൈവിക ചിന്തയിലേക്ക് എത്തണം, അതാണ് രാമായണം. അതിഗംഭീരമായിരുന്നു. ലക്ഷ്മണൻ ശരിക്കുണ്ടെങ്കിൽ ഇങ്ങനെ വാദിച്ചു. ഭാരതത്തിന്റെ ശ്രേഷ്ഠ പൈതൃകത്തിലൂടെ, രാമായണ വഴികളിലൂടെ നമ്മൾ ഒരുമിച്ചൊരു യാത്ര. ശ്രേഷ്ഠ ഭാരതം.
സാംസ്കാരിക ദൗത്യത്തിന് ആശംസ നേരാൻ ആദരവോടെ മേഡത്തെ ക്ഷണിക്കുന്നു. മേഡം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീ പത്മനാഭസ്വാമി ശരണം. രാമായണം മഹാ ഇതിഹാസമാണ്. രാമായണത്തിൽ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ഒരു പ്രമാണം തന്നെ ആവാം, ധർമ്മസമ്പ്രദായം തന്നെ ആകാം, അത്രമാത്രം അതിൽ അടങ്ങിയിരിക്കുന്നതുള്ളതാണ്. അപ്പോൾ സത്യവും ന്യായവും നീതിയും സ്നേഹവും ധർമ്മവും ഒക്കെ ഒരു ജാതിക്കോ ഒരു മതത്തിൻ്റെയോ മാത്രം മൊണോപ്പൊളി അല്ലല്ലോ. അപ്പോൾ മനുഷ്യർക്ക് ഉതകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും രാമായണത്തിലുണ്ട്. തീർച്ചയായിട്ടും അമ്മ മാതാ അമൃതാനന്ദമായി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി നടക്കുന്നതാണല്ലോ ഇതെല്ലാം. അപ്പോൾ അത് വിജയിക്കുകയേ ഉള്ളൂ. ഇവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ പേർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏത് നാമത്തിലാണെങ്കിലും ഭഗവാനെ വിളിക്കുന്നുവോ, ഏത് രീതിയിലാണോ ഭഗവാനെ കാണുന്നുവോ, ആ ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിട്ടുമൊക്കെ വന്നിരിക്കുന്നവരൊക്കെ വളരെ പ്രഗത്ഭന്മാരാണ്. അപ്പോൾ ഇനിയും അവരുടെ ഇടയ്ക്ക് ഞാൻ നിൽക്കുന്നത് ഔചിത്യമല്ല. അതുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ശ്രീ പത്മനാഭസ്വാമി. രഘുകുലവരചരിത്രം ക്രമേണ കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ.